കഴിഞ്ഞ ദിവസമാണ് ജനീവയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള രണ്ടാം ഘട്ട ചർച്ച സംഭവിച്ചത്. ഈ ചർച്ചയെ തുടർന്നും കാര്യമായിട്ടുള്ള ഒരു പുരോഗതിയൊന്നും ചർച്ചയുടെ വിഷയങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ ചില നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് UK സർക്കാർ ടെൽ അവീവിൽ പ്രവർത്തിച്ചിരുന്ന ചില ജീവനക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇസ്രായേലിനെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതായാണ് ഇതിനോടകം തന്നെ വിവരം വരുന്നത്. മാത്രമല്ല, ഇസ്രായേലിലേക്കും പലസ്തീനിലേക്കുമുള്ള എല്ലാ യാത്രയും ഒഴിവാക്കണമെന്നും ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചില ഹീബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിലെ ആശുപത്രികൾ അതീവ ജാഗ്രതയിലാണ് എന്നാണ്. ഇറാനെതിരെയുള്ള ആക്രമണ സാധ്യതയുടെ ഭാഗമായി അയൺ ഡോം എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം വിന്യസിച്ചതായും ഇതിനോടകം തന്നെ വിവരം വന്നിട്ടുണ്ട്. മേഖലയിലെ അനിശ്ചിതാവസ്ഥയെ തുടർന്ന് വിവിധ രാജ്യങ്ങൾ അവരുടെ എംബസി ജീവനക്കാരെ തിരികെ വിളിക്കുന്ന നടപടികളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇറാനിലെ തങ്ങളുടെ ജീവനക്കാരെ ഒഴിപ്പിച്ചപ്പോൾ അമേരിക്ക കുവൈറ്റിലും ഇറാഖിലെ ബഗ്ദാദിലുമുള്ള തങ്ങളുടെ ജീവനക്കാരെ ഒഴിപ്പിക്കുന്ന നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കാൻ ഇസ്രായേലിലെ ചൈനീസ് എംബസി ഇസ്രായേലിലുള്ള തങ്ങളുടെ പൗരന്മാരുടെ ജാഗ്രത പാലിക്കാനും അടിയന്തര തയ്യാറെടുപ്പുകൾ വർദ്ധിപ്പിക്കാനായും ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിന്റെ ഉള്ളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബീർഷെബ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ ബോംബ് ഷെൽട്ടർ ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതേസമയം ഇസ്രായേലിലുള്ള അമേരിക്കൻ വിനോദസഞ്ചാരികളെ ഈജിപ്തിലേക്കും ജോർഡാനിലേക്കും വലിയ തോതിൽ മാറ്റാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, കാനഡ തങ്ങളുടെ പൗരന്മാരുടെ ഉടൻ തന്നെ ഇറാൻ വിടണമെന്നും ഇസ്രായേൽ വിടണമെന്നും ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇസ്രായേലിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നവരോട് എത്രയും പെട്ടെന്ന് ഇസ്രായേൽ വിടണമെന്ന് US അംബാസിഡർ മൈക്ക് ഹക്കബി എംബസി ജീവനക്കാർ ഉൾപ്പെടെയുള്ള എല്ലാവരോടും ഇതിനോടകം തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, വാഷിംഗ്ടൺ DC-യിലേക്കോ മറ്റ് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്കോ യാത്ര ചെയ്യാൻ കിട്ടുന്ന അവസരം പാഴാക്കരുതെന്നും മൈക്ക് ഹക്കബി പറയുകയുണ്ടായി. എന്ത് തന്നെയായാലും പ്രധാന പരിഗണന ഇസ്രായേൽ വിടുക എന്ന കാര്യത്തിൽ തന്നെ ആയിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടിയന്തര ചുമതലകളിൽ ഉൾപ്പെടാത്ത അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഉടൻ തന്നെ ഇസ്രായേൽ വിടണമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗികമായി തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആകെ മൊത്തം ഈ മേഖലയിൽ കനത്ത സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇത്തരം നടപടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ രാജ്യവും തങ്ങളുടെ ഉദ്യോഗസ്ഥരെയും തങ്ങളുടെ പൗരന്മാരെയും നയതന്ത്ര ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തരമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ഇസ്രായേലിലും ഇറാനിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇത് എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഹാനികരമായ ഒന്നും തന്നെ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.